പതുക്കെ പതുക്കെ പോ, പതുക്കെ പോ. ഒന്നും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട, എനിക്ക് വേണ്ട. അയ്യോ നോക്കി, നമ്മുടെ വന്ന സൈഡിലോട്ട് പോകുന്നു. സ്ട്രോബെറി വാങ്ങിച്ചു കനി ഇങ്ങനെ എൻജോയ് ചെയ്ത്. എനിക്ക് വന്ന് ഇവിടെ വന്നേല് ഈ ഒരു നമ്മളിവിടം വരെ വന്നത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കനിയാണ് കേട്ടോ. ഇങ്ങനെ ആടിപ്പാടി കളിച്ച് ചിരിച്ചിങ്ങനെ പറന്ന് ഹലോ, വെൽക്കം ടു മൈ ചാനൽ യാത്രാമോഹി. അപ്പോൾ നമ്മുടെ വട്ടവടയുടെ പാർട്ട് 1 വീഡിയോ കണ്ടു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് പാർട്ട് 2 ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഞാനിവിടെ ഒന്നുകൂടെ മെൻഷൻ ചെയ്യണേ. വേറെ ഒന്നുമല്ല, നമ്മൾ പെട്ടെന്നുള്ളൊരു യാത്രയായത് കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള ഹോം സ്റ്റേയും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ട്, റിസോർട്ടുകളും ഒന്നും നോക്കിയിട്ടല്ല കേട്ടോ നിന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിറയെ ഉണ്ട് കേട്ടോ. ഓ, 2 വീലേഴ്സിനൊക്കെ പാർക്കിംഗ് ഫ്രീ ഉണ്ട്. പിന്നെ ഏലം പറിക്കരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചിലഞ്ചിലാണ് വാട്ടർഫോൾസ് കാണാൻ പോവാ. ഓ അടിപൊളി, നോക്കേ ആ സൈഡ്. സെറ്റല്ലേ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓ ചെളി, അബി നോക്കി വാ. വലിയ നല്ല മരങ്ങൾ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ്, എന്നൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ നിൽക്കുന്നേ അങ്ങോട്ട് എന്താണ്? ചേട്ടൻ വരുന്നില്ലേ? അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, ചോദിച്ചതാ. കനിക്ക് വലിയൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് കൊടുത്ത്. അയ്യോ, എന്നെ കൂടെ പിടിച്ചോണ്ട് ഇറങ്ങണം കേട്ടോ. അബീവാ, വീടല്ലേ? അതിന് മുകളിൽ ആളുകൾ നിൽപ്പുണ്ടല്ലേ, മുകളിൽ ആളുകൾ നിൽപ്പുണ്ടല്ലേ. അബി രാവിലെ ഇറങ്ങി വന്നു. കൈ ഒരഞ്ഞെവിടെയോ. ഇനി അങ്ങോട്ട് പോകുമ്പോ അവിടെ മുകളിലോട്ടൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ പാട്ട്. വാഴയോ വാഴയോ ഓ 96 ആവാൻ നോക്കിയല്ലേ. 96 ഇവിടെ ഇറങ്ങുന്നേക്ക് ആരാണ് കേട്ടോ. നോക്കി കണ്ടൊക്കെ ഇറങ്ങുന്നത്. ഈ കാല് അവിടെ കുപ്പിയും അതും കിടക്കുന്നുണ്ട്. നേരത്തെ അവിടെ ആരോ കുളിച്ചോണ്ട് നിന്നവര് ഞാൻ പിടിക്കാൻ പോകും. ഇറങ്ങിയത് അവര് കുപ്പി, അവരുടെ കയ്യിൽ നിന്ന് കുപ്പി എടുത്ത് ഈ വെള്ളത്തിന്റെ അവിടോട്ടോടെ ഒറ്റയിറങ്ങി. നമ്മൾ ഇറങ്ങി പോകുന്ന ഭാഗത്ത് തന്നെ. അതെവിടെ വീണെന്നൊന്നും അറിയാൻ വയ്യ. അതിന് അടുത്ത് ആരെങ്കിലും ഇറങ്ങുമ്പോൾ അവരെ കാലിന്റെ കൊള്ളും. അതുകൊണ്ട് ഞങ്ങൾ അതുവഴി ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ വേറൊരു സൈഡിൽ കൂടെ ഇറങ്ങിയാണ്. ഇങ്ങനൊക്കെ ഓരോന്ന് ചെയ്ത് വെക്കുമ്പോഴാണ് ബാക്കിയുള്ളവരെ കൈകാട്ടി പോകുന്നത്. ചക്കുട്ടാ കനി
അയ്യോ ആ ജാക്കറ്റ് എല്ലാവരും മണ്ണായി. എനിക്ക് ചൂടെടുക്കുന്ന പോലെ തോന്നുന്നു. ഇന്നലെ ജാക്കറ്റ് ഒന്നും ഇടാതിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായിരുന്നു. ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. അടിപൊളി. നമ്മളിപ്പോ ഇവിടെ ഗ്രാമത്തിനകത്തൂടെ അല്ലേ കേട്ടോ ആണല്ലേ? ഇത് കഴിഞ്ഞോ? ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഒരു പാട്ടുകളാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നലെ അയാൾ വന്ന് വിളിച്ചായിരുന്നു. ആര്? കനാല് പോലെ കേട്ടാ. കൊറേ ഉണ്ടോ? എനിക്കൊന്ന് അങ്ങ് കൊറേ ഈ കനാല് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന അവിടെ എവിടെയെങ്കിലും ഇനി അമ്മ കൈ പിടിക്കാൻ നിക്ക് നിക്ക്. ആ പയ്യെ ഇറങ്ങിക്കോ. അത് ചെറിയൊരു സ്ട്രോബെറി ഫാം ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നൊക്കെ വന്നു. ഇനി അടുത്ത സ്പോട്ടിൽ വന്നെങ്കിൽ ഇത് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. സ്ട്രോബെറി ഫാം ചെറുതാണ് കണ്ട് ഇങ്ങനെ കണ്ടിട്ട് ചെറിയൊരു ഫാം ആണെന്ന് തോന്നുന്നേ. ഏത് കണ്ണാ? അത് ചീച്ചി. ആ അത് പശുമ്പ. പശുമ്പ ആ എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിന്റെ അടുത്ത മാസമൊക്കെ ആണെന്ന് തോന്നുന്നു സ്ട്രോബെറിയുടെ ടൈം. ഇപ്പൊ അത് നട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ തോന്നുന്നു. കനി വാ 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 വാ. ഭയങ്കര പാട്ട്. ഇത് കനി നല്ല രസമുണ്ട് കേട്ടോ. നമ്മളീ എനിക്കിവിടെ കണ്ടപ്പോ ഫുള്ളേ ഭയങ്കര നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്നത് ഇത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു പക്ക ഗ്രാമം എന്ന് പറയത്തില്ലേ, അത് തന്നെ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എവിടെ പോയാലും കുഞ്ഞു കുഞ്ഞു വീടുകള്, വലിയ പാട്ട് പാടിയപ്പോൾ വരുമുണ്ട്. കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളീ അയ്യേ സ്ട്രോബെറി അല്ലേ ഗ്രീൻ പീസ് എന്ന് നോക്കട്ടെ. ഇനി അകത്തോട്ട് അവരാദ്യമേ പറഞ്ഞിരുന്നത് ഇപ്പൊ സമയം അതിന്റെ അതായത് വിളഞ്ഞ ടൈമല്ല, അല്ലാതെ ജാമും കാര്യങ്ങളൊക്കെ ഭയങ്കര പറ്റുള്ളൂ. പിന്നെ അല്ലാതെ ആണോ? ആ ശരി, ഫ്രണ്ടിൽ നടാ. സത്യം പറഞ്ഞ ബീൻസോ അതോ സ്ട്രോബെറി അപ്പുറത്തോ ഉണ്ടപ്പോഴേട്ടാ. കനി ഇങ്ങനെ എൻജോയ് ചെയ്ത് തുടങ്ങും. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നേല് ഈ ഒരു
നമ്മൾ ഇവിടം വരെ വന്നത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കനിയാണ് കേട്ടോ. ഇങ്ങനെ ആടിപ്പാടി കളിച്ച് ചിരിച്ചിങ്ങനെ പറന്ന് കിടക്കുമായിരുന്നു. ഇത് ക്യാരറ്റ് ആണെന്ന് തോന്നുന്നു. ഇതായില്ലല്ലേ? ഇതൊക്കെ വിളവെടുത്തതായി. ഇത് ഓക്കെ ഓക്കെ ഓക്കെ. കരിഞ്ഞു പോയില്ലേ? പിടിക്കില്ലേ കണ്ണ? കരി പറിക്കില്ല. അത് ഒന്നും ഇല്ല അതിനകത്ത്. ഇത്രേ ഉള്ളൂ ഇല്ലേ? വെച്ച് വലിയ ഫോമായിരിക്കും. സ്ട്രോബെറി പൂ വേണം. സ്ട്രോബെറി പൂ കൊറേയൊക്കെ ഇവിടെ നിന്ന് കരിഞ്ഞു പോയേക്കുന്നു. സ്ട്രോബെറി ഉണ്ട്. റെഡ് കാണണോ? കറക്റ്റ് സ്ട്രോബെറി റെഡ് കാണണം. പുളി അതായി വരുന്നതേ ഉള്ളൂ. കൊള്ളാം. ഈ ടേസ്റ്റ് എന്തോന്നറിയോ? നമ്മുടെ ഈ മൾബറി ഉണ്ടല്ലോ, മൾബറിയുടെ കറക്റ്റ് ടേസ്റ്റ്. നോക്കിക്കോ മക്കള്, ചിലപ്പോ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. ഓക്കെ ബാ. ചെല്ലേ. ഇത് പുളിയാകും, പിന്നെ ഇങ്ങനെയൊക്കെ ആകും, കേടാകും. അതുകൊണ്ട് നമ്മൾ രാവിലെ വെളുപ്പിന് പറിച്ചു വെക്കണം. ഓഹോ. ഇതിനിപ്പോ എന്ത് ചെയ്യും? ഇത് നമ്മൾ ഇനി വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കണം. വെട്ടി ക്ലിയർ ചെയ്ത് കൊടുത്താൽ പിന്നെ സ്ട്രോബെറി കായ്ക്കും. അത് അപ്പുറത്ത് തൈ വെച്ചിട്ടുണ്ട്. ഇത് ഇനി തൈ വെക്കാൻ പോവുക. കുറച്ച് അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ സ്ട്രോബെറി കൃഷി ചെയ്യും. അത് കുറച്ച് റോഡ് മോശമാണ്, നമ്മൾ നടന്നു പോകണം. ആൾക്കാർ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പരിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഇതാണെങ്കിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് എല്ലാവർക്കും വരാനും ഒക്കെ ബുദ്ധിമുട്ടില്ല. അപ്പുറത്താണെങ്കിൽ നമ്മള് കുതിര മാത്രം ചുമടെടുക്കും. ആൾക്കാർ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ എടുത്തോണ്ട് വരും. ഇത് അപ്പുറത്ത് മൊത്തം ഗ്രീൻ ബീൻസ്. അത് ക്യാരറ്റ് ഇല്ലേ ആ കാണുന്നത്? ഇത് ക്യാരറ്റാ. അത് ക്യാരറ്റ് കൃഷിയാണ്. അത് 3 മാസം ആകണം വിളവെടുക്കാൻ. ഇപ്പൊ ഒരു 30 ദിവസം ആയതേ ഉള്ളൂ. എന്തോ അത് വിത്താ അല്ലേ? ഇത് ക്യാരറ്റിന്റെ ആണ്. ആ ക്യാരറ്റിന്റെ വിത്തുണ്ട്. ജീരകം പോലത്തെ വിത്ത്. സ്ട്രോബെറിയുടെ തൈ മാത്രമാണ്. തൈ വെച്ചാൽ മതി. ഇങ്ങനത്തെ തൈ വെച്ചാല് 2 മാസം ആകുമ്പോ കാക്കാൻ തുടങ്ങും. ഇതാണ് സ്ട്രോബെറി തൈ. അതാ ഇപ്പുറത്ത് ദേവാ. ആദ്യം ഇടുന്ന കായ് ചെറുതാകും, പിന്നെ പിന്നെ വെളുപ്പമാകും, വലുതാകും. ഇത് മൊത്തം തൈ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പൂവായി വരുന്നതേ ഉള്ളൂ. ഇത് പിന്നെ സ്ട്രോബെറി ടെറസിൽ കയറി ഫോട്ടോ എടുക്കുവാണെങ്കിൽ എടുത്തു. നല്ല വ്യൂ ആയിട്ടുണ്ട്. കേറിക്കണ്ടോ? ജാമു വൈനൊക്കെ ഉണ്ട്. ഉണ്ട്. ഒരേപോലെ ഓടി പോകുന്നല്ലേ? ഞങ്ങൾ സ്ട്രോബെറി വാങ്ങിച്ചു. ചെറിയൊരു ബൾബ് QR ഇവരാണോ വീട്? അതെ. ഞങ്ങള് സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് കുറച്ച് സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ച് കാണിച്ചു. പല സൈസിലുള്ള സ്ട്രോബെറി, ചെറുത് വലുത്, ഡിഫറെന്റ് ഷേപ്പ്. അത് സംഭവം 1/4 കിലോ 150 രൂപ. അത് നമ്മുടെ 1/4 കിലോയെ വാങ്ങിച്ചോളൂ. പതുക്കെ ഇറങ്ങിക്കോ.
നീ ഇവിടുന്ന് നേരെ ഇത് കഴിഞ്ഞു തോന്നുന്നു ഇനി കേട്ടോ. നമുക്ക് ഇല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളടുത്ത് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞു 8-9 സ്ഥലം കണ്ടത് കാണിക്കുമെന്ന് പറഞ്ഞ. എന്നിട്ട് നമ്മളെ വണ്ടി കൊണ്ടുവന്ന ആ ചേട്ടനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു 7-8 സ്ഥലം കാണിക്കും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ 8 സ്ഥലം കണ്ടോ? ഇല്ലല്ലോ, എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല, നഷ്ടമില്ലല്ലേ? കാരണം എന്ന് വെച്ചാൽ നമ്മളല്ലാതെ വന്നാൽ ഇത്രയും ഉള്ളിലോട്ടൊന്നും നമ്മുടെ വണ്ടി വരത്തില്ല. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു 1-2 പേര് അവരുടെ സ്വന്തം വണ്ടിയായിട്ട് വന്നിട്ട് അവസാനം പകുതിയിലൊക്കെ നിർത്തിയിട്ട് തിരിച്ചു പോയി. അപ്പം നമ്മുടെ ജീപ്പിലുള്ള ചേട്ടൻ, നമ്മുടെ കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നൊക്കെ പറഞ്ഞു. നമ്മുടെ അല്ലാത്ത വണ്ടി വരുമ്പോഴത്തേക്ക് പറ്റത്തില്ല. അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ടൊക്കെ ഇവർ തന്നെ കൊണ്ടുപോകാനേ നടക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓക്കെയാണ് നമ്മളിങ്ങനെ വന്നത്. പിന്നെ ഇവര് നമുക്ക് 1800 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്തത്. കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ എന്താവാ ക്യാറ്റ് വാങ്ങിച്ചു. വാങ്ങിച്ചു. അവിടെ അമ്മ വന്ന് ക്യാരറ്റ് വേണോ അങ്ങനെ ഞങ്ങള് നേരെ റൂമിൻ്റെ അടുത്ത് പോവുകയാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ പോയി അവിടെ നിന്ന് ഇനി നേരെ നമുക്ക് വീണ്ടും മൂന്നാർ കയറണം അല്ലേ? മൂന്നാർ വ്യൂ പോയിന്റ് കയറി അങ്ങനെ തിരിച്ചു പോകാൻ പറ്റുള്ളല്ലോ. വ്യൂ പോയിന്റ് അല്ലല്ലോ, ടോപ്പ് സ്റ്റേഷൻ. ഓക്കെ. അവിടെ കയറിയിട്ട് തിരിച്ച് മൂന്നാർ അങ്ങനെ വേണം പോവാൻ. ഞങ്ങളിപ്പോൾ വട്ടവടയിൽ തിരിച്ച് മൂന്നാറോട്ട് പൊക്കോണ്ടിരിക്കാം. ഒന്നും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട, എനിക്ക് വേണ്ട. മാറത്തില്ല, ഓണടിക്കാൻ കാട്ടുപോത്ത്. ഞാൻ പെട്ടെന്ന് എന്റെ നെഞ്ചൊക്കെ കത്തിപ്പോയി പേടിച്ചു. ഇതൊക്കെ എല്ലാം കൂടെ ഓടി ഇങ്ങോട്ട് വരാനായിട്ടാ? ഇല്ല, മാറണേ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാ ബാക്കിയുള്ളവനെ കൊല്ലാൻ. അത്രേ ഉള്ളു കേട്ടാ. അവർക്ക് കുഴപ്പമില്ല, അവര് മേളിലായിരിക്കുന്നേ. പോയപ്പോഴത്തേക്ക് ഹായിന്റെ അറ്റേക്ക് ഇവിടെ ഇരിക്കുന്ന അതാ നിക്കുന്ന സൈഡില്. എന്റെ പൊന്നോ, ശരി. അത് വെളിയിൽ അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴിത് പറയണേ. അയ്യോ നോക്കി നമ്മുടെ വന്ന സൈഡിലോട്ട് പോകുന്നു. അയ്യോ നോക്ക്, കാണാൻ പറ്റത്തില്ല. അയ്യോ ഒന്നും കണ്ടൂടാ. നമ്മള് പറയുകയും ചെയ്യും. അങ്ങോട്ട് പോയതാ, ഇപ്പഴാണ് അങ്ങോട്ട് പോയതാ. അയ്യോടാ കഷ്ടായിപ്പോയി. ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ശരിയതാട്ടെ. ഹലോ, അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഒരു ദിവസം പ്ലാൻ ചെയ്ത് വന്ന് അത് 1 ആയി 2 ആയി 3 ആയി. ഇനിയിപ്പം തിരിച്ചു പോയേ പറ്റുള്ളൂ 3ാമത്തെ ദിവസം. എന്താ എന്തെങ്കിലും പറയണ്ടോ? എക്സാം അതുകൊണ്ട് വീട്ടിൽ പോകുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ശരി ശരി. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇപ്പൊ വരാന്ന് പറഞ്ഞ് വന്നതാ.